നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് കട തകർത്തു. പെലക്കാട്ടുപയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. അരമണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ച ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് തളച്ചു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ അനുബന്ധ ജോലികൾ പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച. ഉടൻ തന്നെ എസ്റ്റിമേറ്റ് നൽകാൻ നഗരസഭാ സെക്രട്ടറി, എഞ്ചിനീയർ എന്നിവർക്ക് എംഎൽഎയുടെ നിർദ്ദേശം. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപമുള്ള വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. BMBC നിലവാരത്തിൽ പുനർനിർമ്മിച്ച റോഡിൽ അപകടങ്ങൾക്ക് കാരണം അമിത വേഗത. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റിന്റെ ചക്രം ഇളകിത്തെറിച്ചതിനെ തുടർന്ന് കേച്ചേരിയിൽ വൻ ഗതാഗത കുരുക്ക്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് ജംഗ്ഷനിലാണ് മിക്സിംഗ് യൂണിറ്റിന്റെ ചക്രം ഇളകിപ്പോയത്. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് കട തകർത്തു. കുന്നംകുളം പെലക്കാട്ടുപയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആനയാണ് പുലർച്ചെ ഇടഞ്ഞത്. ദേവസ്വം പൂരത്തിന് ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പനാണ് അനുസരണക്കേട് കാട്ടിയത്. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് സംഭവം. റോഡിന്റെ വശത്തുള്ള പെലക്കാട്ടുപയ്യൂർ സ്വദേശി കാടാമ്പുഴി കാസിമിന്റെ പെട്ടിക്കടയിലെ പഴക്കുല കണ്ട കൊമ്പൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. പെട്ടിക്കട കൊമ്പിൽ കോർത്ത് ഉയർത്തി മറിച്ചിടുകയും വെള്ളം നിറച്ച പാത്രങ്ങൾ പൊട്ടിച്ച് വെള്ളം കുടിക്കുകയും ചെയ്തു. തടയാൻ ശ്രമിച്ച പാപ്പാനെ കുത്താൻ ശ്രമിച്ചുവെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. അരമണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ച ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന ഏറെ നേരത്തെ പ്രയത്നത്തിന് ശേഷമാണ് തളച്ചത്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ അനുബന്ധ ജോലികൾ പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനിക്കെതിരെ MLA പ്രതിഷേധിച്ചു. മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിലാണ് MLA പ്രതിഷേധം അറിയിച്ചത്. കഴിഞ്ഞ അവലോകന യോഗത്തിൽ ഡിസംബർ 14-ന് മേൽപ്പാലത്തിന് താഴെ കാന നിർമ്മാണവും സൗന്ദര്യവൽക്കരണവും ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും സൗന്ദര്യവൽക്കരണം തുടങ്ങാനും കാന നിർമ്മാണം പൂർത്തീകരിക്കാനും ആയിട്ടില്ല. കാലതാമസം വരുത്തിയതിന് കരാർ കമ്പനിയിൽ നിന്നും പിഴ ഈടാക്കുമെന്നും കർശന നടപടികൾ സ്വീകരിക്കാമെന്നും RBDCK എഞ്ചിനീയർ വ്യക്തമാക്കി. ഇതേ തുടർന്ന് ഫെബ്രുവരി 20-നകം നിർമ്മാണം പൂർത്തീകരിക്കാമെന്ന് കരാർ കമ്പനി പ്രതിനിധികൾ ഉറപ്പു നൽകി. മേൽപ്പാലത്തിനോട് ചേർന്ന സർവീസ് റോഡിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണം നടത്തുന്നതിനും പാർക്കിംഗ് നിരോധിക്കുന്നതിനും ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ, റിഫ്ലക്ടറുകൾ എന്നിവ സ്ഥാപിക്കുന്നതിൽ പോലീസ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. ഇതിനായി അടുത്ത ദിവസം ട്രാഫിക് റെഗുലേറ്ററി യോഗം വിളിച്ചു ചേർക്കും. മേൽപ്പാലത്തിന്റെ അടിഭാഗത്ത് ഓപ്പൺ ജിം, പാർക്കിംഗ്, സൗന്ദര്യവൽക്കരണം തുടങ്ങിയവയുടെ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതിൽ നഗരസഭാ എഞ്ചിനീയർ വീഴ്ച വരുത്തിയതിലും MLA ക്ഷുഭിതനായി. ഉടൻ തന്നെ എസ്റ്റിമേറ്റ് നൽകാൻ നഗരസഭാ സെക്രട്ടറി, എഞ്ചിനീയർ എന്നിവർക്ക് MLA നിർദ്ദേശം നൽകി. തിരുവെങ്കിടം അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരയിൽ 4.72 കോടിയുടെ എസ്റ്റിമേറ്റ് റെയിൽവേ നിർദ്ദേശപ്രകാരം ആവശ്യമായ തിരുത്തലുകൾ വരുത്തി സമർപ്പിച്ചിട്ടുണ്ടെന്നും ഡിവിഷണൽ റെയിൽവേ മാനേജരുടെ അംഗീകാരം ഈ ആഴ്ച തന്നെ ലഭിക്കുന്നതാണെന്നും കേരയിൽ പ്രതിനിധികൾ യോഗത്തെ അറിയിച്ചു. തിരുവെങ്കിടം അടിപ്പാതയുടെ അപ്രോച്ച് റോഡിന് ഗുരുവായൂർ ദേവസ്വം സ്ഥലം നൽകിയതിനെതിരെയുള്ള പരാതിയിൽ സ്റ്റേ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് MLA ഗുരുവായൂർ ദേവസ്വത്തിന് നിർദ്ദേശം നൽകി. നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ, നഗരസഭാ എഞ്ചിനീയർ E. ലീല, RBDCK എഞ്ചിനീയർ ആഷിദ് തുടങ്ങി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. ചിറ്റണ്ട സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ബോർഡുകൾ തകർന്നു. വൈദ്യുതി ജീവനക്കാരുടെ അനാസ്ഥ പ്രദേശത്ത് അപകടാവസ്ഥ ക്ഷണിച്ചു വരുത്തുന്നുവെന്ന ആരോപണം. മിനി മാസ്റ്റ് ലൈറ്റിന്റെ മീറ്റർ ബോക്സ് അടക്കമുള്ള സ്വിച്ച് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള ബോക്സാണ് തകർന്നു കിടക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ നടന്നു പോകുന്ന സ്ഥലമാണ്. അപകടാവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. തകർന്ന ബോർഡുകൾ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റിന്റെ ചക്രം ഇളകിത്തെറിച്ചതിനെ തുടർന്ന് കേച്ചേരിയിൽ വൻ ഗതാഗത കുരുക്ക്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് ജംഗ്ഷനിലാണ് മിക്സിംഗ് യൂണിറ്റിന്റെ ചക്രം ഇളകിപ്പോയത്. ചൊവ്വാഴ്ച രാവിലെ 10:30ഓടെയാണ് സംഭവം. മറ്റൊരു വാഹനത്തിൽ ഘടിപ്പിച്ച് വടക്കാഞ്ചേരി റോഡിലൂടെ 4 ചക്രമുള്ള വാഹനത്തിന്റെ മാതൃകയിൽ ഘടിപ്പിച്ച കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റിന്റെ ചക്രമാണ് ഇളകി വീണത്. ചക്രം തെറിച്ചതിനെ തുടർന്ന് റോഡിന്റെ നടുഭാഗത്തായി പെട്ട മിക്സിംഗ് യൂണിറ്റ് തള്ളി മാറ്റാനുള്ള ശ്രമം വിഫലമായതോടെ വൻ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. വടക്കാഞ്ചേരി റോഡിന്റെ ഇരുഭാഗങ്ങളിൽ നിന്നും ബൈപ്പാസ് റോഡിൽ നിന്നും വാഹനങ്ങൾ വന്നുകൊണ്ടിരുന്നതിനാൽ ഒരു ഭാഗത്തേക്കും വാഹനങ്ങൾക്ക് കടന്നുപോകാനാകാത്ത സാഹചര്യമാണുണ്ടായത്. തിരക്കേറിയ റോഡിൽ മിക്സിംഗ് യൂണിറ്റ് ഏറെ നേരം കിടക്കാനിടയായത് കേച്ചേരിയിൽ സാധാരണ നിലയിലുള്ള ഗതാഗത കുരുക്ക് ഇരട്ടിയാക്കുന്ന സ്ഥിതിയിലേക്ക് മാറ്റി. പന്നിത്തടത്തുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയുടേതാണ് കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ്.
ഏറെ നേരത്തിന് ശേഷം കമ്പനിയിൽ നിന്നെത്തിയ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ് റോഡിൽ നിന്നും മാറ്റിയതോടെയാണ് ഗതാഗതം സാധാരണ നിലയിലായത്. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് ബീച്ചിൽ അജ്ഞാത മൃതദേഹം. ഇന്ന് രാവിലെ 11:30യോടെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് സമീപം കടൽ തീരത്ത് ജഡം കണ്ടത്. കറുപ്പ് നിറത്തിലുള്ള പാൻസും ചെക്ക് ഷർട്ടുമാണ് ധരിച്ചിട്ടുള്ളത്. ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കും. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപമുള്ള വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം കാനയിൽ വീണ യുവാവിന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരനായ കൂറ്റനാട് തെക്കത്ത് വളപ്പിൽ 37 വയസ്സുള്ള ഷാക്കിറിനാണ് പരിക്കുപറ്റിയത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് മങ്ങാട് വളവിൽ അപകടമുണ്ടായത്. വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഷാക്കിർ ഓടിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ കാനയിലേക്ക് മറിയുകയായിരുന്നു. പുത്തൂര് ലോനപ്പൻ റോസിയുടെ വീട്ടുമതിൽ ഇടിച്ചു തകർത്താണ് സ്കൂട്ടർ കാനയിലേക്ക് വീണത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഷാക്കിർ അബോധാവസ്ഥയിലായി. പോലീസ് അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ ഷാക്കിറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന പാത കൂടിയായ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ മങ്ങാട് വളവിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. റോഡ് BMBC നിലവാരത്തിൽ പുനർനിർമ്മിച്ചതിനു ശേഷം വാഹനങ്ങൾ വലിയ വേഗതയിലാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. രാത്രികാലങ്ങളിൽ വളവ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. മുന്നറിയിപ്പ് ബോർഡുകളും അടയാളങ്ങളും സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്നും ഇതിനെക്കുറിച്ച് കരാറുകാരൻ, എഞ്ചിനീയർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഈ റോഡിൻ്റെ അവസ്ഥ നല്ല റോഡായിട്ടുണ്ട്. പഞ്ചായത്തിലെ യാതൊരു സിഗ്നലുകളും ആ കമ്പനി വെച്ചിട്ടില്ല. അനവധി പ്രാവശ്യം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഗവൺമെൻറ് വെച്ചിട്ടുള്ള ബോർഡിൽ എഞ്ചിനീയറെ വിളിച്ചു, അവർ ഫോൺ എടുക്കില്ല. ആ എഞ്ചിനീയറോട് നേരിട്ടിട്ട് ഞാൻ ഈ കോട്ടപ്പുറം പാലത്തിൻ്റെ അവിടെ പറഞ്ഞു, ഒരു സിഗ്നൽ പോലും ഇല്ല. നിരന്തരം ആക്സിഡൻ്റ് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഈ മങ്ങാട് സെൻറ്ററിന് തിരിയുമ്പോൾ നമ്മുടെ ലോനപ്പുട്ടേട്ടൻ്റെ വീടിൻ്റെ അവിടെ അനവധി വണ്ടികൾ വന്നിടിച്ചിട്ട് അവരെ മതിൽ തേച്ച് നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ജനങ്ങളുടെ ജീവൻ തന്നെ ഭയങ്കര അപകടമായിട്ടാണ് ഈ റോഡിൻ്റെ അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അധികാരികൾ കാണുന്നില്ല. അനവധി പ്രാവശ്യം പറഞ്ഞു, കേട്ടിട്ടില്ല. നിരന്തരം അപകടം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ വലിയ ബോർഡുകളില്ല, വളവാണ്. റോഡ് നന്നായപ്പോൾ സ്പീഡ് കൂടുതലായിപ്പോയി. ഇതിന് മുമ്പ് ഈ മീൻകട എന്നും തട്ടിക്കൊണ്ടുപോലായിരുന്നു. അപ്പോൾ മൂപ്പരത് വളച്ച് മുകളിലേക്കാക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൊണ്ട്. ഞാൻ തന്നെ ഒരു ദിവസം അവിടെ ഇരിക്കുമ്പോൾ നേരിട്ട് കണ്ടതാണ്. അത് നല്ല സ്പീഡിൽ വന്നൊരു വണ്ടി. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് പുത്തൂർ ലോനപ്പൻ റോസിയാണ്. ഇവരുടെ വീട്ടുമതിലും കിണറിന്റെ കൈവരിയും വാഹനങ്ങൾ ഇടിച്ചു തകരുന്നതും പതിവായിരിക്കുകയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസത്തിലും പറഞ്ഞ പോലെ ഈ മതിലുമ വന്നിടിച്ച ആൾക്കാർക്ക് വലിയ രോഗങ്ങളും അപകടങ്ങളും പറ്റുന്നുണ്ട്. ഇവിടെ അതൊന്നും ഈ റോട്ടിൽ അതിന് എന്തെങ്കിലും ഒരു ഇതായിട്ട് അവിടെ ഒരു ബോർഡോ അവിടെ ഒരു വളവുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് എന്തെങ്കിലും കുറ്റികളോ ഒന്നും വെച്ചിട്ടില്ല. എത്ര പറഞ്ഞാലും ആ അപകടം കഴിഞ്ഞാൽ അന്നത്തെ കഴിഞ്ഞു, പിന്നെ ഇല്ല. പിന്നെ ഒരു അപകടം വരുമ്പോൾ വീണ്ടും പറയുന്നു. ഇത്രയേ ഉള്ളൂ. ഒന്നും പഞ്ചായത്തിൽ പറഞ്ഞിട്ടോ ഒന്നും ഇവർ അന്വേഷിക്കുന്നില്ല എന്ന് പറയും. ഈ വളവിൽ പ്രവർത്തിക്കുന്ന മീൻ കച്ചവട സ്ഥാപനത്തിനും അപകട ഭീഷണിയുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് മീൻകടയുടെ മുൻവശം വാഹനമിടിച്ച് തകർന്നിരുന്നു. അപകടങ്ങൾ തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പെരുമ്പടപ്പ് പോലീസിനെതിരെ മുഖ്യമന്ത്രി, DGP എന്നിവർക്ക് പരാതി നൽകുമെന്ന് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പാലപ്പെട്ടി പുതിരുത്തി ഹോമിയോ ഡിസ്പെൻസറിക്ക് വേണ്ടി കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്ത് അനധികൃതമായി പൂട്ടുപൊളിച്ച് അകത്ത് കയറി വസ്തുവകകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ലെന്ന് ആരോപിച്ചാണ് പെരുമ്പടപ്പ് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുന്നത്. MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് അവിടെ നടന്നതെന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതെന്നും ഔദ്യോഗികമായി ഒരു അറിയിപ്പും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ലഭിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു. വളരെ നല്ല രീതിയിൽ ഒരു ഉദ്ഘാടനം ഞങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുവരുന്ന ആ സമയത്തിനുള്ളിലാണ് പെട്ടെന്നൊരു ദിവസം ഒരു തറക്കല്ലിടൽ ഉണ്ടായത്. അത് നിങ്ങൾക്ക് അറിയാം, പത്രമാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ PT മോഹൻകൃഷ്ണന്റെ ആ ദിവസമാണ്. അന്നത്തെ ആ ദിവസം കണക്കാക്കിയിട്ട് അന്ന് ഏതായാലും MP ഇവിടെ വരുന്നുണ്ട്. ആ സമയത്ത് ഒരു 5 മിനിറ്റ് ഒരു പൊറാട്ട് നാടകമാണ് അവിടെ നടന്നത്. ആ സ്ഥലത്ത് ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ നിർമ്മിക്കുന്നതിന് മറ്റു ഫണ്ടുകൾ വകയിരുത്തിയിട്ടില്ല എന്ന കത്ത് മാത്രമാണ് പഞ്ചായത്ത് നൽകിയിട്ടുള്ളത്. എന്നാൽ പഞ്ചായത്തിൽ നിന്നും നിയമാനുസൃതമായ കെട്ടിട നിർമ്മാണാനുമതി ഇതുവരെ ആർക്കും നൽകിയിട്ടില്ല. പദ്ധതിയുടെ നിർവഹണം നടത്തേണ്ട ബ്ലോക്ക് പഞ്ചായത്തിന് പോലും ഒരു അറിയിപ്പും നൽകിയിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥനും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തിട്ടുമില്ല. പഞ്ചായത്ത് ഒരു ഏജൻസിക്കും സ്ഥലം കൈമാറി നൽകിയിട്ടില്ലെന്നും പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു.
വന്നേരിനാട് പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബിനീഷ് മുസ്തഫ, വൈസ് പ്രസിഡന്റ് പി നിസാർ, അംഗങ്ങളായ കെ ഉണ്ണികൃഷ്ണൻ, ടി എച്ച് മുസ്തഫ എന്നിവർ പങ്കെടുത്തു. വോട്ട് പൊളിച്ചതിനെതിരെ വന്നേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അതിനെതിരെ ഒരു നടപടിയോ ഇതേ സമയം വരെ ഉണ്ടായിട്ടില്ല എന്നാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതിനെതിരെ 3-4 പ്രാവശ്യം ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അത് കേസിനൊരു ജെന്യൂനിറ്റി ഇല്ല എന്നാണ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ മറുപടി. അനധികൃതമായി പഞ്ചായത്തിന്റെ സ്ഥലം കയ്യേറി പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പോലീസ് ഒത്തുകളിക്കുകയാണെന്നും പൂട്ടുപൊളിച്ചവരെ സംരക്ഷിക്കുകയാണ് പെരുമ്പടപ്പ് പോലീസ് ചെയ്യുന്നതെന്നും ഇതിനെതിരായാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസ് DGPക്കും പരാതി നൽകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കണ്ടവരും നാട്ടുകാരും എല്ലാവരും ഇത് കണ്ട ഒരു സ്ഥലമാണ്. പൂട്ടുപൊളിച്ച് അതിനെതിരെ ഒരു നടപടി എടുക്കാത്ത സാഹചര്യം ഉണ്ടായത്. അന്നേ ദിവസം നടക്കുന്ന ഒരു പാർട്ടി പരിപാടി അവിടെ നടക്കുന്ന സ്ഥലത്ത് യാതൊരു അറിയിപ്പോ പഞ്ചായത്തിന് കിട്ടാതെയാണ് അവിടെ ഒരു തറക്കല്ലിടൽ കർമ്മം എന്ന പേരിൽ ലീഗ് പ്രവർത്തകർ വന്ന് ആ കോമ്പൗണ്ടിൽ വന്ന് പരിപാടി നടത്തിയത്. CCTV ന്യൂസ് പുന്നയൂർകുളം. പൂരാഘോഷത്തിനിടെ പോലീസ് മർദ്ദനമേറ്റ് ഗൃഹനാഥന്റെ പല്ലുകൾ നഷ്ടപ്പെട്ടതായി പരാതി. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന വാഗ കാർത്തിയനി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെയാണ് പാവട്ടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുടെ അടിയേറ്റ് വാഗ കുന്നത്തുള്ളി മുരളിയുടെ മുൻവശത്തെ 2 പല്ലുകൾ നഷ്ടപ്പെട്ടത്. പൂരപ്പറമ്പിൽ നിൽക്കുന്ന സമയത്ത് സബ് ഇൻസ്പെക്ടറായ ജോഷി അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുരളി പറഞ്ഞു. പ്രാദേശിക കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ ചൊല്ലിയുള്ള വാക്കുതർക്കത്തിനിടെ വെറുതെ നിൽക്കുകയായിരുന്ന തന്നെ SI പിടിച്ചു തള്ളിയതായും വീഴാൻ പോയപ്പോൾ പിടിച്ചതായും മുരളി പറഞ്ഞു. ഏത് പോലീസാണ്? ജോഷി സാറ്. എപ്പോഴായിരുന്നു? ഒരു 6 മണി 6:30 മണിയുള്ളിലാണ്. പൂരം കയറുന്ന നേരത്താണ്. വേറെ ടൈമിൻ്റെ പൂരം കയറാം. അപ്പോൾ അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് നമുക്കറിയില്ല. അപ്പോൾ അവർ നിങ്ങൾ അമ്പലത്തിലേക്ക് വരികയായിരുന്നു. പറഞ്ഞ നേരത്തിൽ ഇങ്ങനെ വിളിക്കാൻ നാട്ടിൽ വിളിച്ച് തമ്പലും അടിക്കുകയും. ഇതോടെയാണ് SI മുഖത്തടിച്ചത്. മുൻവരിയിലെ 2 പല്ലുകൾ പൊട്ടി നഷ്ടപ്പെടുകയും 2 എണ്ണം ഇളകുകയും ചെയ്തതായാണ് മുരളി പറയുന്നത്. സംഭവത്തിൽ ചികിത്സയിലുള്ള മുരളിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂലിപ്പണിക്കാരനാണ് മുരളി. ജില്ലാ പഞ്ചായത്തിന്റെയും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി സൗജന്യ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചിറനെല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന സൗജന്യ രോഗനിർണയ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. കാൻ തൃശൂർ നോഡൽ ഓഫീസർ PK രാജു പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഞ്ജു പ്രേമദാസ്, ആൻഡോ പോൾ, സ്മിത ഷാജി, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ ശ്രീധർ, ഹെൽത്ത് ഇൻസ്പെക്ടർ CC മനോജ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിൽ നിന്നും 300ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പോർക്കുളം പഞ്ചായത്തിലെ SSC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി മേശയും കസേരയും വിതരണം ചെയ്തു. പഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,19,886 രൂപ ചിലവിട്ട് 29 വിദ്യാർത്ഥികൾക്കാണ് മേശയും കസേരയും നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PC കുഞ്ഞൻ, വിജിത പ്രജി, നിമിഷ വിഗീഷ്, സുധന്യ സുനിൽകുമാർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബസ്തനോസിന്റെയും 100ാമത് സംയുക്ത തിരുനാൾ ജനുവരി 23, 24, 25, 26, 27 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് 6-ന് ഫാദർ ജോസ് കിടങ്ങൻ CMIയുടെ കാർമ്മികത്വത്തിൽ നവനാൾ കുർബാന, തിരുകർമ്മങ്ങൾ, പ്രസിദ്ധന്തി വാഴ്ച എന്നിവയുണ്ടാകും. 7:45-ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അൻകിത് അശോകൻ IPS ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. 8 മണിക്ക് നാടകവും അരങ്ങേറും. 25-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 6:30-ന് നവവൈദികൻ ഫാദർ ജിജോ എടക്കളത്തൂർ നവനാൾ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും. 25-ാം തീയതി ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ യൂണിറ്റ് അമ്പ പ്രദക്ഷിണങ്ങളും
വളരെ ഭക്തിപരപരമായിട്ട് രാത്രി 11:30 സമാപിക്കുകയും അതിനോട് ചേർന്ന് ചെറിയ വർണ്ണമഴ, ഫാൻസി വർണ്ണമഴ, അത് കഴിഞ്ഞതിന് ശേഷം 251 പേരടങ്ങുന്ന മെഗാ ബെൻസിറ്റ് വാദ്യമാർത്തോടുകൂടി 12 മണിക്ക് അവസാനിക്കുകയും ചെയ്യും. കൂടാതെ 26-ാം തീയതി ആഘോഷമായ പാട്ടുകുർബാനയും തുടർന്ന് തിരുകർമ്മങ്ങൾ, പ്രസ്തുതി വാഴ്ച, വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു വെക്കലും ഉണ്ടാകും. ഭക്തിസാന്ദ്രമായ അമ്പ് വള എഴുന്നള്ളിപ്പ് ആരംഭിക്കും. രാത്രി 11:30 വിവിധ പെരുന്നാൾ കമ്മിറ്റികളുടെ അമ്പ് വള എഴുന്നള്ളിപ്പ് പള്ളിയിലെത്തി സമാപിക്കും. 11:35 251 പേരുടെ സംയുക്ത ബാൻഡ് വാദ്യവും ഉണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 7 ഡിപ്പോൾ ആശ്രമം ഫാദർ വർഗീസ് തിരുത്തിച്ചിറ വിസിയുടെ കാർമ്മികത്വത്തിൽ കുർബാന, തിരുകർമ്മങ്ങളും ഉണ്ടാകും. 10 നവവൈദികൻ ഫാദർ പ്രജോ വടക്കേത്തലയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയും ഫാദർ ലിജോ ബ്രഹ്മകുളം CMIയുടെ തിരുനാൾ സന്ദേശവും ഉണ്ടാകും. 4 കുറുമാൽ സാന്റാ മരിയം ആശ്രമം ഫാദർ ഡേവിസ് പേരാമംഗലത്ത് OF MCAPയുടെ കാർമ്മികത്വത്തിൽ കുർബാന, ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. 7 മണിക്ക് ഫാൻസി വെടിക്കെട്ട്, തുടർന്ന് സ്റ്റേജ് ഷോയും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, കൈക്കാരന്മാരായ ലോന PC, ജോസ് PD, റെനീഷ് TA, AL ജെയിംസ്, ജനറൽ കൺവീനർ ഡേവിഡ് മുട്ടത്ത്, പബ്ലിസിറ്റി കൺവീനർ റൂഫി റാഫേൽ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിവെച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജനശ്രീ വഴി പാവപ്പെട്ടവരിൽ എത്തിക്കുമെന്ന് ജനശ്രീ ജില്ലാ ചെയർമാൻ ഒ. അബ്ദുറഹ്മാൻ കുട്ടി പറഞ്ഞു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ഗുരുവായൂർ നിയോജക മണ്ഡലം നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഓരോ മണ്ഡലത്തിലും ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവരെയും ഇതുമായി ചേർത്ത് നിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനശ്രീ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 2 കോട്ടയത്ത് നടക്കുന്ന ഉമ്മൻചാണ്ടി സ്മൃതി സംഗമത്തിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് 100 പേരെ പങ്കെടുപ്പിക്കാനും തീരുമാനിച്ചു. ജനശ്രീ ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ KPA റഷീദ് അധ്യക്ഷത വഹിച്ചു. VK ഫസ്ലുൽ അലി, KD വീരമണി, KV ഷാനവാസ്, KP ഉമ്മർ, PK ജമാലുദ്ദീൻ, സാബു ചുവല്ലൂർ, ഷോബി ഫ്രാൻസിസ്, ആൻഡോ തോമസ്, C മുസ്താഖ് അലി, നൌഷാദ് കൊട്ടിലിങ്ങൽ, മുംതാസ് പൊറ്റയിൽ, സ്റ്റീഫൻ ജോസ് എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കൂട്ടുകാരുടെ സംഗമം സംഘടിപ്പിച്ചു. കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PT ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മാഗി ജോൺസൺ, സുനിത ഉണ്ണികൃഷ്ണൻ, ഹസനുൽ ബന്ന, പഞ്ചായത്ത് സെക്രട്ടറി KA ഉണ്ണി, ഭിന്നശേഷി സംഗമം കോർഡിനേറ്റർ പ്രിജിറ്റ് ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ടുഗദർ ഫോർ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി അതിദരിദ്ര കുടുംബങ്ങൾക്കുള്ള കിറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. 26 അതിദരിദ്ര കുടുംബങ്ങൾക്കാണ് സ്കൂളുകൾ വഴി കിറ്റുകൾ നൽകുന്നത്. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാർ സംഗമത്തിൽ പങ്കെടുത്തു. ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കൃതികളുടെ ആലാപന മാതൃകയിൽ ജ്യോതിദാസ് ഗുരുവായൂർ ചിട്ടപ്പെടുത്തിയ പഞ്ചരത്ന അഷ്ടപതിയുടെ അരങ്ങേറ്റം ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൈതൃകം ഗുരുവായൂരിന്റെ സഹകരണത്തോടെ ഗുരുവായൂർ ഗീതാ ഗോവിന്ദം ട്രസ്റ്റാണ് അരങ്ങേറ്റം നടത്തുന്നത്. സോപാന സംഗീതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 5 അഷ്ടപതികൾ സന്നിവേശിപ്പിച്ച പഞ്ചരത്ന അഷ്ടപതി അവതരിപ്പിക്കുന്നത്. അഷ്ടപതിയിലെ ഏറ്റവും ശ്രദ്ധേയമായ 5 യഥാക്രമം ക്രോഡീകരിച്ച് വയലിൻ, മൃദംഗം, ഇടയ്ക്ക എന്നീ സംഗീതോപകരണങ്ങളുടെ നാദതാളലയത്തിലാണ് ഗീതാഗോവിന്ദ പഞ്ചരത്നം എന്ന പേരിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തെക്കേനടയിലെ ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച രാവിലെ 11 ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. ഡോക്ടർ കുഴൽമന്നം G. രാമകൃഷ്ണൻ മൃദംഗത്തിലും രാധിക പരമേശ്വരൻ വയലിനിലും തൃപ്പുണ്ണിത്തറ കൃഷ്ണദാസ് ഇടക്കയിലും അണിനിരക്കും. വ്യാഴാഴ്ച രാവിലെ 8:30 വടക്കേനടയിലെ നാരായണാലയത്തിൽ ജയദേവ കവിയുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഗീതാഗോവിന്ദം ട്രസ്റ്റ് ഭാരവാഹികളായ KP കരുണാകരൻ, R. നാരായണൻ, P. ഉണ്ണികൃഷ്ണൻ, ജ്യോതിദാസ് ഗുരുവായൂർ, പൈതൃകം ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K. നായർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് ഗുരുവായൂർ. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരിയിൽ CPIM DYFIയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗ്രാമത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് സ്നേഹാദരവ് നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പാഴൂർ ദാമോദരൻ, MM നാരായണ നമ്പൂതിരി, പാറക്കാട്ടിൽ മനോഹരൻ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർക്ക് മന്ത്രി ഉപഹാരം നൽകി. വാർഡ് മെമ്പർ P. ദിജിമോൾ അധ്യക്ഷയായി. മുൻ MLA TP കുഞ്ഞുണ്ണി, ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR വിജയമ്മ, DYFI മേഖലാ സെക്രട്ടറി സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ CPIM-ന്റെയും DYFI-യുടെയും പ്രവർത്തകരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്.
രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ഈ നാട്ടിൻപുറത്തുള്ള എല്ലാ രംഗത്തെയും പ്രഗത്ഭരെയും മിടുക്കരെയും, അതിൽ ഇവിടെ ബഹുമാന്യനായ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ പാഴൂർ ദാമോദരൻ, അതുപോലെ നമ്മുടെ ആയുർവേദ സസ്യപരിപാലനത്തിൽ മികവ് തെളിയിച്ച നാരായണൻ നമ്പൂതിരി മുതൽ അയ്യപ്പ വിളക്ക് കലാകാരൻ പാറക്കാട്ടിൽ മനോഹരനുണ്ട്. ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരണമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. മണലൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഇന്ത്യയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചുവരേണ്ടത് അത്യാവശ്യമാണെന്നും ജോസ് വള്ളൂർ വ്യക്തമാക്കി. TN പ്രതാപൻ MP മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്രത്തിന്റെ ഫണ്ട് 2 വർഷം ലഭിക്കാത്തതും ലഭിച്ച ഫണ്ട് ഭംഗിയായി ഉപയോഗിച്ചതും അദ്ദേഹം പ്രവർത്തകരുടെ മുന്നിൽ അവതരിപ്പിച്ചു. മുൻ MLA PA മാധവൻ മുഖ്യാതിഥിയായി. കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KPCC ഭാരവാഹികളായ CC ശ്രീകുമാർ, ഷാജി കോടംകണ്ടത്ത്, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, DCC ഭാരവാഹികളായ PK രാജൻ, V വേണുഗോപാൽ, KK ബാബു, CM നൌഷാദ്, KB ജയറാം, VG അശോകൻ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, KPCC മെമ്പർ CI സെബാസ്റ്റ്യൻ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, മുൻ പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ റൂബി ഫ്രാൻസിസ്, വിമല സേതുമാധവൻ, മീര ജോസ്, ഷീജ ടീച്ചർ, കോൺഗ്രസ് മുല്ലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് PG ഗിരീഷ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യനോസിന്റെയും പരിശുദ്ധ കർമ്മല മാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജനുവരി 22 മുതൽ 27 വരെയുള്ള തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, വൈകിട്ട് ലിസ്യു ആശ്രമം ഫാദർ പ്രസാദ് കുരിശിങ്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേനയും ശേഷം ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മവും ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി നിർവഹിച്ചു. തുടർന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന, തുടർന്ന് രൂപം എഴുന്നള്ളിച്ചു വെച്ചു. അമ്പ് ആശീർവാദവും നടന്നു. ചടങ്ങുകൾക്ക് വേലൂർ ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജിൻ ചിറയത്ത് മുഖ്യ കാർമ്മികനായിരുന്നു. വൈകിട്ട് 5 മണി മുതൽ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് തേരുമത്സരം ഉണ്ടായിരിക്കും. 24-ാം തീയതി ബുധനാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, 10 മണിക്ക് നവവൈദികൻ ഫ്രാൻസിസ് പുതുക്കരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭവന സമർപ്പണവും ആഘോഷകരമായ പാട്ടുകുർബാനയും, തുടർന്ന് നവവൈദികൻ ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക SJ തിരുനാൾ സന്ദേശവും നൽകും. വൈകിട്ട് 4 മണിക്ക് പ്രദക്ഷിണവും തുടർന്ന് പള്ളിയങ്കണത്തിൽ തിരിച്ചെത്തിയാൽ മെഗാ ബാൻഡ് വാദ്യവും അരങ്ങേറും. 25-ാം തീയതി വ്യാഴാഴ്ച ഇടവകയിലെ മരിച്ചുപോയവർക്കുള്ള സെമിത്തേരിയിൽ ഒപ്പീസും, വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നാടകവും ഉണ്ടായിരിക്കും. 26 വെള്ളിയാഴ്ച മതബോധന ദിനവും 27 ശനിയാഴ്ച അർണോസ് കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ നൃത്ത അരങ്ങേറ്റവും ഉണ്ടായിരിക്കും. തിരുനാൾ കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, അസിസ്റ്റന്റ് വികാരി ജീൻ ചെറിയത്ത് എന്നിവർ നേതൃത്വം നൽകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ സാബു കുറ്റിക്കാട്, പബ്ലിസിറ്റി കൺവീനർ വിൻസെന്റ് പാടൂർ ചാലക്കൽ, കൈക്കാരന്മാരായ ജസ്റ്റിൻ നീലങ്കാവിൽ, സൈമൺ ഒലക്കെങ്കിൽ, ഡൊമിനിക് മുളയ്ക്കൽ, നിധിൻ അറക്കൽ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഈ വർഷത്തെ ഡോക്ടേഴ്സ് ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ഡോക്ടേഴ്സ് ഫാമിലി മീറ്റ് ആശുപത്രിയിലെ സീനിയർ ഡോക്ടറും ഗൈനക്കോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ ജാനകി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ട്രഷറർ മോൻസി എബ്രഹാം, സൂപ്രണ്ട് ഡോക്ടർ മോഹൻ തോമസ്, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാബു മാത്യൂസ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ജിന്നി കുരുവിള എന്നിവർ സംസാരിച്ചു. മുത്തശ്ശി കഥകളിൽ കേട്ടതും വായിച്ചറിഞ്ഞതുമായ ആനക്കഥ കണ്ടറിയാൻ വിദ്യാർത്ഥി കൂട്ടം ഗുരുവായൂർ ആനത്താവളത്തിലെത്തി. ചാവക്കാട്, കുന്നംകുളം, മുല്ലശ്ശേരി, വടക്കാഞ്ചേരി, വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 35 വിദ്യാർത്ഥികളാണ് പഠനയാത്രയുടെ ഭാഗമായി ആനത്താവളം സന്ദർശിച്ചത്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ല ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പഠനയാത്ര സംഘടിപ്പിച്ചത്. കുന്നംകുളം നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനം, അരിയന്നൂരിലെ കുടക്കല്ല്, കലശമലയിലെ കുളവെട്ടി മരങ്ങൾ എന്നിവിടങ്ങളും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. ഓരോ ആനകളുടെ പ്രത്യേകതയും വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കി. ഗുരുവായൂർ ദേവസ്വം വെറ്റിനറി സർജൻ ഡോക്ടർ CR പ്രശാന്ത് കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് പ്രോഗ്രാം കോർഡിനേറ്റർ MV പ്രശോഭ്, പടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക MK സുധ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, ഗുരുവായൂർ.
കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 58ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. പരിശുദ്ധ മോറോൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ബെഥനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബെഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, വാർഡ് കൌൺസിലർ ബിജു C. ബേബി, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രിനു P. വർക്കി, അധ്യാപകൻ M. രാംദാസ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും അരങ്ങേറി. വിധവാക്ഷേമ സംഘം ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡ് യൂണിറ്റ് സംഗമവും ID കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. അയ്യപ്പത്ത് യൂണിറ്റ് സെക്രട്ടറി സുലോചനയുടെ ഭവനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് വാർഡ് കൌൺസിലർ ബീന രവി അംഗങ്ങൾക്ക് ID കാർഡ് നൽകി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി കുമാരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന രക്ഷാധികാരി MD രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് ചിന്നു ബേബി സ്വാഗതവും സുലോചന നന്ദിയും പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ഫീൽഡ് ട്രിപ്പ് സംഘടിപ്പിച്ചു. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഫീൽഡ് ട്രിപ്പിന്റെ ഭാഗമായി അരിയന്നൂർ കുടക്കല്ലുകളാണ് സന്ദർശിച്ചത്. കേന്ദ്ര സർക്കാർ പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുടക്കല്ലുകൾ സന്ദർശിച്ച കുട്ടികൾക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ MU അജിത, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ V. സുജിത, MS. സീന എന്നിവർ മഹാശിലാ സ്മാരകങ്ങളെക്കുറിച്ചും കുടക്കല്ലുകളെക്കുറിച്ചുമുള്ള അറിവുകൾ പകർന്നു നൽകി. കുടക്കല്ലുകൾ പൗരാണിക കാലത്തെ മൃതദേഹങ്ങൾ സംസ്കാരം നടത്തിയതിന്റെ സ്മാരകങ്ങളാണെന്നും കുടക്കല്ലുകൾ കൂടാതെ മറ്റു വിധത്തിലുള്ള സ്മാരകങ്ങളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതായും അധ്യാപകർ വ്യക്തമാക്കി. കുട്ടികളുടെ സംശയങ്ങളും ആശയങ്ങളും ശ്രീകൃഷ്ണ കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകരുമായി പങ്കുവച്ചു. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പദ്ധതിയുടെ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ MV പ്രക്ഷോഭ്, കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപിക NK സുധ എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി, കുന്നംകുളം, ചാവക്കാട്, മുല്ലശ്ശേരി, വലപ്പാട് എന്നീ ഉപജില്ലകളിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളാണ് ഫീൽഡ് ട്രിപ്പിൽ പങ്കെടുത്തത്. CCTV ന്യൂസ്, കേച്ചേരി. കണ്ടാണശ്ശേരി വാഴാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് മഹോത്സവം ബുധനാഴ്ച ആഘോഷിക്കും. ആഘോഷത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ CCTV പ്രാദേശികം ചാനലിൽ സംപ്രേഷണം ചെയ്യും. പുലർച്ചെ നട തുറക്കലിന് ശേഷം അഭിഷേകങ്ങൾ, മലർനിവേദ്യം, കൊടിയേറ്റം എന്നിവയെ തുടർന്ന് നടക്കൽപ്പറ ആരംഭിക്കും. ഉഷപൂജ, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം 1 മണിക്ക് നട അടയ്ക്കും. 1:30 നട തുറക്കലിനെ തുടർന്ന് 2 മണിക്ക് മൂലസ്ഥാനത്ത് നിന്ന് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. കൊമ്പൻ ചിറക്കൽ ശബരിനാഥ ഭഗവതിയുടെ തിടമ്പേറ്റും. 3:20 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കും. 4:45 സുനിൽ അഗതിയൂരിന്റെ മേളപ്രമാണിത്വത്തിൽ പഞ്ചവാദ്യം കൂട്ടിയെഴുന്നള്ളിപ്പും 6 മണിക്ക് കലാനിലയം രമേശന്റെ പ്രമാണിത്വത്തിൽ ചെണ്ടമേളം കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. 7:10 താഴത്തേക്കാവിൽ വേലവരവിന് തുടക്കം കുറിക്കും. 8:50 വേല സമാപനം നടക്കും. ദേവസ്വം പൂരത്തിന് പുറമെ 10 കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പും 4 കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വേലവരവും മകരപ്പത്ത് മഹോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാകും. മകരപ്പത്തിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് 7 സാരഥി ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ കലാപരിപാടികളും ബുധനാഴ്ച വോയിസ് ഓഫ് കൊച്ചിന്റെ ഗാനമേളയും അരങ്ങേറും. CCTV ന്യൂസ്, കേച്ചേരി. ആൽത്തറ പുഴിക്കളയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടിലെ കിടപ്പുമുറിയിലാണ് ചിറ്റിലപ്പള്ളി ആന്റണി മകൻ പോൾസനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പോൾസന്റെ കിടപ്പുമുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ അയൽവാസികളെ വിളിച്ചു വരുത്തി വീടിന് പുറത്തെ ജനൽച്ചില്ല് പൊട്ടിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. ഒരാഴ്ചയായി പോൾസന്റെ ഭാര്യയും മകനും സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. വടക്കേക്കാട് പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാരം നടത്തി. ഫ്ലവർ മിൽ നടത്തുകയായിരുന്നു പോൾസൺ. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയ ട്രസ്റ്റിയുമാണ്. ചിന്നമ്മയാണ് മാതാവ്. ജിനി ഭാര്യയും നിവ്യ റോസ് ഏകമകളുമാണ്. ചാലിശ്ശേരി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കും. പെരുന്നാളിന്റെ മുന്നോടിയായി ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ബിജു ഇടയാളക്കുടിയിൽ കൊടിയേറ്റം നടത്തി. വ്യാഴാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാപ്രാർത്ഥന, വിശുദ്ധ കുർബാന, ആശീർവാദം എന്നിവ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 9 പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് പന്നിവിഴ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആശീർവാദം, സ്നേഹവിരുന്നും ഉണ്ടാകും. വികാരി ഫാദർ ബിജു ഇടയാലക്കുടിയിൽ, ട്രസ്റ്റി ഗ്ലാഡ്സൺ മാത്യൂസ്, സെക്രട്ടറി വർഗീസ് പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകും.
എരുമപ്പെട്ടി ശ്രീ ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് മഹോത്സവത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി വിഭാഗം പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചമയ പ്രദർശനം ആരംഭിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് NV സുരേഷ്, സെക്രട്ടറി MK രാജേഷ്, ട്രഷറർ AK ജയൻ, രക്ഷാധികാരി MS ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറി സ്വാമിനാഥൻ എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കൊരട്ടിക്കര സ്വദേശിനി കീർത്തന കൃഷ്ണകുമാറിന്റെ സോപാന സംഗീതവും ശുഗപുരം രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ തായമ്പകയും നടന്നു. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടി മുതൽ സർക്കാർ ആശുപത്രി വരെ റോഡിനിരുവശവും വൈദ്യുത ദീപാലങ്കാരവും ഒരുക്കിയിട്ടുണ്ട്. പൂരാഘോഷ ദിനമായ ബുധനാഴ്ച എരുമപ്പെട്ടി ഫൊറോന പള്ളിക്ക് സമീപം ഒരുക്കിയ പന്തലിൽ നിന്ന് 3 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടക്കും. ചിറക്കൽ കാളിദാസൻ ഭഗവതിയുടെ തിടമ്പേറ്റു. സഹ്റ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചിറമനേങ്ങാട് സഹ്റ ഗ്ലോബൽ സ്കൂളിൽ ആർട്ട് ഹോളിക് ഫെസ്റ്റിവൽ ആരംഭിച്ചു. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ആദ്യ ദിനത്തിൽ മുതിർന്ന പൌരന്മാരും കുട്ടികളും തമ്മിൽ സംവദിക്കുന്ന ഗ്രാൻഡ് പാരന്റ്സ് മീറ്റ് നടത്തി. മുസ്ലിം ജമാഅത്ത് സ്റ്റേറ്റ് സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി നേതൃത്വ സന്ദേശം നൽകി. കുട്ടികളും മുതിർന്ന രക്ഷാകർത്താക്കളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് സംഗമം നടത്തിയത്. വൈകിട്ട് ലൈലത്തുൽ മഹബ പ്രകീർത്തന സദസ്സ് നടന്നു. ഹാഫിൽ സ്വാദിഖ് അലി ഫാളിലി ഗൂഡല്ലൂർ, റബീഹ് മുഈനി കട്ടിപ്പാറ, നാസിഫ് കാലിക്കറ്റ്, മുർഷിദ് അലി എളയൂർ, അസ്സൽ കാരിക്കുളം, മുഹമ്മദ് അലി സഖാഫി, മുഹ്സിൻ പള്ളിക്കൽ എന്നിവർ പങ്കെടുത്തു. അഡ്മിൻ മാനേജർ മഹമ്മൂദ് അലി നഈമി, ട്രസ്റ്റ് ചെയർമാൻ PB അബൂബക്കർ ഹാജി, ജനറൽ സെക്രട്ടറി ഹാഫിൽ നൌഷാദ് സഖാഫി, സെക്രട്ടറി KM ഷമീർ, കൺവീനർ PS സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രോഗ്രാമിൻ്റെ ആദ്യത്തിൽ തന്നെ ഉദ്ഘാടന സെഷനിൽ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ അതിൽ അണിനിരക്കും. ആ ഒരു എല്ലാ പ്രോഗ്രാമിലേക്കും നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു ജുസ് മനഃപ്പാടമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള കോൺവെക്കേഷൻ സെറമണി, 60ഓളം വിദ്യാർത്ഥികൾ അതിൽ കോൺവെക്കേഷൻ സെറമണിയിൽ. സമസ്ത എന്ന വടവൃക്ഷത്തിന്റെ തണലിലാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പും വളർച്ചയുമെന്ന് സമസ്ത ജില്ലാ മുശാഫറ അംഗം മുസ്തഫ നദ്വി മരത്തംകോട് അഭിപ്രായപ്പെട്ടു. മരത്തംകോട് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീനും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച സമസ്ത സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദർശ വിശുദ്ധിയോടെ നൂറ്റാണ്ടിലേക്ക് എന്ന പ്രമേയത്തിൽ ഞായറാഴ്ച ബംഗളൂരു ശംസുൽ ഉലമ നഗരിയിൽ നടക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക ഉദ്ഘാടന മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കൺവെൻഷനിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ മുത്തവ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സ്വാലി അൻവരി പ്രമേയ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ മരത്തംകോട് റേഞ്ച് പ്രസിഡന്റ് സിംല ഹസൻ അധ്യക്ഷത വഹിച്ചു. പന്നിത്തടം തങ്ങൾപ്പടി MM ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മലപ്പുറത്ത് നടന്ന സംസ്ഥാന ഇസ്ലാമിക കലാസാഹിത്യ മത്സരത്തിൽ സംഘഗാനത്തിൽ വിജയം നേടിയ ഇയാൽ ജന്നത്തുൽ ഉലൂം മദ്രസ വിദ്യാർത്ഥികളായ നബ്ഹാൻ മുഹമ്മദ് റസൽ ഹാഷിം എന്നിവരെ അനുമോദിച്ചു. ചടങ്ങിൽ മുഹമ്മദ് അലി ലത്തീഫി ഹാഫിൽ, അഹമ്മദ് നസീം ബാഗവി, മുഹീദ് ഫൈസി ചിറമനേങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. എരുമപ്പെട്ടി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിലെ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ഇടവകാംഗവും രാമനാഥപുരം സാന്തോം പ്ലാസ്റ്റർ സെൻട്രൽ ഡയറക്ടറുമായ ഫാദർ അഗസ്റ്റിൻ ചിരിയങ്കണ്ടത്ത് ദിവ്യബലി അർപ്പിച്ചു. തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സിൻഡോ തുറയൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ഫ്രാൻസിസ് കൂത്തൂർ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണമുണ്ടായി. വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി, ട്രസ്റ്റിമാരായ MV ജിയോ, MK ജോസ്, PD ഡിൻഡോ, ജനറൽ കൺവീനർ PV ഫെർണാണ്ടസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബിഡ്സ് ബദാനിയ സ്കൂൾ വാർഷികം ക്രിസാലിസ് ആഘോഷിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ബദനി സ്കൂളുകളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഷേബ ജോർജ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഹേസൽ മേരി റോഷൻ രചിച്ച സെറാക് ആൻഡ് ലൈഫ് വിത്ത് സിംനാൾസ് എന്ന നോവൽ പരിശുദ്ധ കാതോലിക്ക ബാവ പ്രകാശനം ചെയ്തു. അണ്ടർ 16 കേരള സ്റ്റേറ്റ് ക്രിക്കറ്റ് ടീമിൽ അംഗത്വം ലഭിച്ച അതീന്ദ്ര കൃഷ്ണനെ മൊമെന്റോ നൽകി അഭിനന്ദിച്ചു. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന
ടീച്ചർ PM ലക്ഷ്മി, ഭൈമി തെര്യൻ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് PM ബേബി എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്ര പൂര മഹോത്സവം ഭക്തിസാന്ദ്രമായി. വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. പഞ്ചവാദ്യത്തിന് പനങ്ങാട്ടുകര പുരുഷോത്തമൻ നേതൃത്വം നൽകി. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. സന്ധ്യയ്ക്ക് കീഴ്ക്കാവിൽ വേല ക്ഷേത്രത്തിലെത്തുകയും തോറ്റം ചൊല്ലി കാവേറി. തുടർന്ന് ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ, കൊമ്പ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവയ്ക്ക് ശേഷം വിവിധ ഉത്സവ കമ്മിറ്റികളുടെ ശിങ്കാരിമേളം, അരേന നൃത്തം, തെയ്യം, ചിന്തുകാവടി എന്നിവ ക്ഷേത്രത്തിലെത്തി. വെള്ളാറ്റഞ്ഞൂർ എറക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും രാത്രിപൂരം ആരംഭിച്ച് താലപ്പൊലിയോടെയാണ് പൂരമഹോത്സവത്തിന് സമാപനമായത്. 19, 20, 21 തീയതികളിൽ ദേശത്തും സമീപദേശങ്ങളിലും പറയെടുപ്പും ആദരസന്ധ്യയും നടന്നിരുന്നു. ആഘോഷങ്ങൾക്ക് ദേവസ്വം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, MGS നായർ, ബാബു KS തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, വേലൂർ. ഗ്രാമങ്ങളിലെ തനതും പുരാതനവുമായ സംസ്കാരശേഷിപ്പിന്റെ ബാക്കി പത്രങ്ങളാണ് തോറ്റംപാട്ട്. ഇത് ഒരു ദൈവീയ യാത്രയുടെ കഥ പറയുന്നതും ദേശങ്ങളുടെ തനത് സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇത്തവണയും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തെറ്റാതെ തോറ്റം ചൊല്ലിയാണ് കീഴ്ക്കാവ് വേല സമാപിച്ചത്. തോറ്റം പാട്ടുകൾക്ക് അതാത് ദേശങ്ങളിൽ ഭൂമിശാസ്ത്ര ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ കാണാം. എന്നാൽ കാതലായ കഥയ്ക്ക് മാറ്റമുണ്ടാകാറില്ല. കിഴക്കൊരു വെള്ളപ്പം നാട് എന്ന സ്വർഗത്തിൽ നിന്ന് അതാത് ദേശങ്ങളിലെ ജനങ്ങളെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവിയുടെ കഥയാണ് തോറ്റംപാട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. യാത്രക്കിടയിൽ വെയിലത്തിരുന്ന ദേവിക്ക് 16 കമ്പുള്ള വെള്ളാട്ട് വെൺകുട പണിതീർത്ത് പാക്കനാർ ചൂടിക്കൊടുത്തതിന്റെ പ്രതീകമാണ് കുരുത്തോല കൊണ്ട് അലങ്കരിച്ച ഓലക്കുട. ദേവി ഏത് ദേശത്തിരുന്നാലും ഓലക്കുട ചൂടിക്കുവാനും തോറ്റം പാടുവാനുമുള്ള അവകാശവും പാക്കനാർക്കാണ്. ദേവീ സാന്നിധ്യം പറക്കുട്ടിന്റെ ശബ്ദമാനമായ അന്തരീക്ഷത്തിൽ അരമണിയും ചിലമ്പും തിരുവാളുമായി വെളിച്ചപ്പാട് വീടുവീടാന്തരം എത്തിക്കുന്നു. നാടൻ കലാരൂപങ്ങളുമായി ഓലക്കുടയുമായി കീഴ്ക്കാവ് വരെയാണ് വേല കുട്ടിക്കയറുക. തുടർന്ന് തോറ്റം ചൊല്ലി കലാരൂപം നടനം കഴിഞ്ഞ് വെള്ളാട്ട് വെൺകുട ഭഗവതിക്ക് സമർപ്പിക്കുന്നു. പുതുതലമുറയിലുള്ളവർ വാമൊഴിയായി പകർന്നു കിട്ടുന്ന തോറ്റംപാട്ട് പഠിക്കുവാനോ തോറ്റം പാടുവാനോ വേല നടത്തുവാനോ തയ്യാറാകാത്തത് ഒരു പ്രതിസന്ധി കൂടിയാണ് അഭിമുഖീകരിക്കുന്നത്. ഒരു ദേശത്തിന്റെയും അതിന്റെ സംരക്ഷകയുമായ ഭഗവതിയുടെ കഥയാണ് ഇതുവഴി സ്മൃതി തേടുന്നത്. നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും പ്രാചീന ഗോത്ര സംസ്കാര ബിംബങ്ങളും നിറഞ്ഞ അനുഷ്ഠാന കലകൂടിയാണ് ഇത്തരം വേലകൾ. CCTV ന്യൂസ്, വേലൂർ. 17 സെക്കൻഡിൽ പല്ലുകൊണ്ട് നാളികേരം പൊളിച്ച് താരമാവുകയാണ് കബീർ. പെരുമ്പിലാവ് കരിക്കാട് എരച്ചം വീട്ടിൽ 36-കാരനായ കബീർ 17 സെക്കൻഡിൽ തന്റെ പല്ല് ഉപയോഗിച്ചാണ് നാളികേരം പൊളിക്കുന്നത്. കെട്ടിട കരാറ് ജോലിക്കാരനായ കബീർ തന്റെ 15-ാം വയസ്സ് മുതൽ തുടങ്ങിയതാണത്രേ ഈ അഭ്യാസം. ചെറുപ്പത്തിൽ കൂട്ടുകാരൊത്ത് ക്രിക്കറ്റ് കളി നടക്കുന്ന ഗ്രൗണ്ടിന് സമീപത്തെ തെങ്ങിൽ നിന്നും വീണ ആദ്യ നാളികേരത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു പരീക്ഷണം. അത് വിജയിച്ചതോടെ പിന്നീട് അങ്ങോട്ട് പല മത്സരങ്ങളിലും ബെറ്റ് വെച്ച് സെക്കൻഡുകൾക്കകം നാളികേരം പൊളിച്ചെടുക്കും. കബീറിന്റെ പല്ലുകൊണ്ടുള്ള ഈ നാളികേരം പൊളി കാണാൻ നാട്ടുകാർ കൗതുകത്തോടെ വീട്ടിലും എത്താറുണ്ട്. ചില തേങ്ങയുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ്, തേങ്ങ ചകിരി കൂടിയ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ എത്ര മിനിറ്റിനുള്ളിൽ പൊളിച്ച്? ഒരു മിനിറ്റാണ്. ഇനി അടുത്ത് ചിലതൊക്കെ 15 സെക്കൻഡ് 15 സെക്കൻഡ് ഒക്കെ മതി. ചില തേങ്ങയുടെ അനുസരിച്ചിരിക്കും. ഇതിപ്പോ എങ്ങനെ ഹാർഡ്, ഇത് കുറച്ച് ചെറുപ്പം മുതലേ തുടങ്ങിയുള്ളതാണ്. എത്ര പ്രാവശ്യം? ഒരു 10-21 വർഷത്തിന്റെ മേലായിട്ട് ഇത് തുടങ്ങിയിട്ട്. ചെറുപ്പം മുതലേ കളിക്കാൻ പോയിട്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ഇങ്ങനെ ഇതായുള്ളതാണ്. നാളികേരം വീണ് കിട്ടുമ്പോ സംസ്ഥാനത്തെ മികച്ച NCC ഓഫീസർക്കുള്ള NCC ഡയറക്ടർ ജനറലിന്റെ കമൻഡേഷൻ ബാഡ്ജിന് കോനമുച്ചി സ്വദേശി മേജർ PJ സ്റ്റൈജു അർഹനായി. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ സ്റ്റൈജുവിനുള്ള അവാർഡ് സമ്മാനിക്കും. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനാണ് സ്റ്റൈജു. എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 24-ാം കേരള ബറ്റാലിയൻ നാഷണൽ കേഡറ്റ് ക്രോപ്സിൽ മേജർ റാങ്കിലുള്ള അസോസിയേറ്റഡ് ഓഫീസർ കൂടിയാണ് സ്റ്റൈജു മാസ്റ്റർ. NCC ഓഫീസർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും കലാലയത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ നടത്തിയ രക്തദാന ബോധവൽക്കരണം, ലഹരിക്കെതിരെയുള്ള പുസ്തക ചങ്ങാത്തം, കമ്പ്യൂട്ടർ ഗെയിമുകൾക്കെതിരെയുള്ള റുബിക്സ് പരിശീലനം തുടങ്ങിയ പാഠ്യേതര പ്രവർത്തനങ്ങളും വിലയിരുത്തിയാണ് മാസ്റ്ററെ ഡയറക്ടർ ജനറലിന്റെ മെഡലിന് തിരഞ്ഞെടുത്തത്. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപികയായ അമ്പിളി പീറ്ററാണ് ഭാര്യ. വിദ്യാർത്ഥികളായ അനന്യ, അമൃത, അഭിഷേക് എന്നിവർ മക്കളാണ്. CCTV ന്യൂസ്, കേച്ചേരി.
തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ പുന്നയൂർ പഞ്ചായത്ത് LGML പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് RP ബഷീർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി C അഷറഫ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വ്യാപകമായി പഞ്ചായത്തുകൾക്ക് മുന്നിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത്. 24 നടക്കുന്ന സെക്രട്ടേറിയറ്റ് ധർണ വിജയിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MV ഷക്കീർ, പഞ്ചായത്ത് പ്രസിഡന്റ് M കുഞ്ഞുമുഹമ്മദ്, ജനറൽ സെക്രട്ടറി TK ഉസ്മാൻ, ഷെരീഫ കബീർ തുടങ്ങിയവർ സംസാരിച്ചു. SKSSF സംഘടനയുടെ 35ാം വാർഷികത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ കോഴിക്കോട് മുഖദസിൽ നടക്കുന്ന വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി ജനുവരി 25-ന് SKSSF തൃശൂർ ജില്ലാ സമ്മേളനം പെരുമ്പിലാവ് കൊരട്ടിക്കര മജ്ലിസുൽ ഫുർഖാനിൽ തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30-ന് ജില്ലാ പ്രസിഡന്റ് സത്താർ ദാരിമി പതാക ഉയർത്തും. പാണക്കാട് സയ്യിദ് മുഈനലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 10 മണിക്ക് ഹനീൻ എന്ന പേരിലുള്ള തലമുറ സംഗമത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുന്ന ഡെലിഗേറ്റ്സ് കോൺക്ലേവ് SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട് ഉദ്ഘാടനം ചെയ്യും. സർഗലയ സംസ്ഥാന ചെയർമാൻ ഷഹീർ ദേശമംഗലം സമാപന സന്ദേശം നൽകും. വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെ നടക്കുന്ന സ്പിരിച്വൽ കോൺഫറൻസ് സമസ്ത കേന്ദ്ര മുശാഫർ അംഗവും ജില്ലാ പ്രസിഡന്റുമായ NK അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 26-ന് SKSSF കഴിഞ്ഞ 14 വർഷക്കാലമായി നടത്തിവരുന്ന മനുഷ്യജാലിക എന്ന രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതലുമായി നടത്തുന്ന ദേശീയോത്കൃതന സമ്മേളനവും ജനുവരി 25, 26 തീയതികളിൽ പെരുമ്പിലാവിൽ വെച്ച് നടത്തിയാണ്. പ്രതിനിധി ക്യാമ്പുകൾ 25-ാം തീയതി കൊരട്ടിക്കര മജ്ലിസുൽ ഫുർഖാനിൽ വെച്ച് പാണക്കാട് സയ്യിദ് മുഈനലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 25, 26 തീയതികളിലെ വ്യത്യസ്തങ്ങളായ SKSSFന്റെ വിവിധ വിങ്ങുകളുടെ നേതൃത്വത്തിലുള്ള പരിപാടികൾക്ക് ശേഷം ഹാഫിൽ നസീം ഭാഗവി, മുനവീർ പന്നിപ്പാറ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകും. റിപ്പബ്ലിക് ദിനമായ 26 വെള്ളിയാഴ്ച രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നടത്തിവരാറുള്ള മനുഷ്യജാലികയുടെ ഭാഗമായി രാവിലെ 8 മണിക്ക് സംഘാടക സമിതി ട്രഷറർ EP ഖബറുദ്ദീൻ ദേശീയ പതാക ഉയർത്തും. 9-ന് തുടങ്ങുന്ന വിജിലന്റെ വിഖായ ട്രെയിനിംഗ് പ്രോഗ്രാം SYS സംസ്ഥാന സെക്രട്ടറി ഓണപ്പള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ മുഖ്യാതിഥിയാകും. പെരുമ്പിലാവ് സെന്ററിൽ നടക്കുന്ന മനുഷ്യജാലിക പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. TN പ്രതാപൻ MP മുഖ്യാതിഥിയാകും. മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തും. രാത്രി 7 മണിക്ക് നടത്തുന്ന സമാപന സമ്മേളനത്തിൽ സമസ്ത കേന്ദ്ര മുശാഫർ അംഗവും സ്വാഗത സംഘം ചെയർമാനുമായ അബ്ദുൽ സലാം ഭാഗവി അധ്യക്ഷത വഹിക്കും. SKSSF ജില്ലാ ഭാരവാഹികളായ സത്താർ ദാരിമി, മുനവർ ഫൈറൂസ് ഹുദവി, വാഹിദ് പുല്ലൂറ്റ്, നൌഫൽ ചേലക്കര, ഷെരീഫ് ദാരിമി തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ SKSSF ജില്ലാ പ്രസിഡന്റ് സത്താർ ദാരിമി, സർഗലയ സംസ്ഥാന ചെയർമാൻ ഷഹീർ ദേശമംഗലം, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് ദാരിമി, സംഘാടക സമിതി കോർഡിനേറ്റർ ഇബ്രാഹിം ഫൈസി, സുഹൈൽ പന്തലൂർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം K-Walk എന്ന പരിപാടിയുടെ ഭാഗമായി മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാലയ പരിസരത്ത് കൂട്ടനടത്തം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ GP ശ്രേയസ് ടീച്ചർ, പ്രധാനാധ്യാപിക K ഗിരിജ, കായിക അധ്യാപിക അഞ്ജലി ടീച്ചർ, ശീതൾ ടീച്ചർ, സൗമ്യ ടീച്ചർ, ബീന ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തും സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് പരിചരണ ദിനം സംഘടിപ്പിച്ചു. വടക്കേക്കാട് TMK റീജൻസിയിൽ മുതിർന്ന പരിരക്ഷാ ഗുണഭോക്താവ് ശശിധരൻ താമരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ആഷിദ മുഖ്യാതിഥിയായി. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ നീത മുഖ്യപ്രഭാഷണം നടത്തി. പാലിയേറ്റീവ് നഴ്സ് മിനി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിജീവിത പ്രവർത്തകനും യോഗ ട്രെയിനറുമായ ഫ്രാൻസിസ് അസീസി, ദിവ്യദർശൻ അഞ്ഞൂർ, ഫാദർ ജോസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ശ്രീധരൻ മാക്കാലിക്കൽ, SK ഖാലിദ് പരങ്ങാവിൽ, രുക്മ്യ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാരും പാലിയേറ്റീവ് പരിരക്ഷാംഗങ്ങൾ, ആശാവർക്കർമാർ,
അങ്കണവാടി ടീച്ചർമാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും വിരുന്നും ഉണ്ടായി. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി പരിചരണം ഔദാര്യമല്ല, രോഗിയുടെ അവകാശമാണ്, ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന ദിനാചരണ സന്ദേശം ഉയർത്തിപ്പിടിച്ച് അംഗങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റും സുരക്ഷാ വസ്ത്രങ്ങളും വീടുകളിലേക്ക് എത്തിച്ചു നൽകും. CCTV ന്യൂസ്, പുന്നയൂർകുളം. പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ഹോസ്പിറ്റൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ശ്വാസകോശ നിർണയ ക്യാമ്പ് നടത്തുന്നു. ബുധനാഴ്ച വൈകിട്ട് 4 മുതൽ 5:30 വരെയാണ് ക്യാമ്പ്. 1000 രൂപ വില വരുന്ന പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ഡോക്ടർ നിർദ്ദേശിക്കുന്നവർക്ക് സൗജന്യമായി ചെയ്തു നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ മണ്ഡലം സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കിരൺ S. പാലയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. 30 വർഷം പൂർത്തിയാക്കിയ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. PT മുഹമ്മദ് ഹാഷിം, PM ഇബ്രാഹിം, ഹെന്നി ജോസഫ്, ജെൽസൺ J. ആളൂർ, VT അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾക്കും ജീവിക്കണം, തൊഴിലിടങ്ങൾ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി FITU സംഘടിപ്പിച്ചിട്ടുള്ള സംഘടനാ ക്യാമ്പയിന്റെ ഭാഗമായി ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ പെരുമ്പിലാവ് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി സത്താർ അനുമനട ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് R. ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പിന് FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് നേതൃത്വം നൽകി. ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K. അനീസ് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് MH റഫീഖ്, ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മങ്ങാട്, VK ഷാജി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി VK ഷാജി പ്രസിഡന്റ്, R. ഫ്രാൻസിസ് സെക്രട്ടറി, M. ഫാറൂഖ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ ബയോളജി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സോഷ്യൽ സയൻസ്, കറന്റ് അഫയേഴ്സ് എന്നിവയായിരിക്കും വിഷയങ്ങൾ. ജനുവരി 30 ചൊവ്വാഴ്ച രാത്രി 7:30 മുതൽ 8:30 വരെ ഓൺലൈൻ വഴിയാണ് ക്വിസ് മത്സരം. 5000, 3000, 2000 എന്നിങ്ങനെയാണ് സമ്മാനത്തുക. കൂടുതൽ വിവരങ്ങൾക്ക് 94 97 07 0129 97 45 59 33 14 8 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേളയ്ക്കു ശേഷം. രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം, കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വാർത്തയിലേക്ക്. മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ ഭാഗമായി ജനുവരി 28 ഞായറാഴ്ച AK ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഹയാത്ത് മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ രക്തനിർണയ ക്യാമ്പും ഐകെയറിന്റെ സഹകരണത്തോടെ നേത്ര പരിശോധനാ ക്യാമ്പും നടത്തും. തിങ്കളാഴ്ച മണത്തല പള്ളി അങ്കണത്തിൽ അന്നദാനവും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 93 87 66 66 06 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന 44ാമത് ഓൾ കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ആർട്സ് ഫെസ്റ്റിൽ ഓട്ടംതുള്ളൽ മത്സരത്തിൽ എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയ പഴഞ്ഞി ആയനൂർ മുതിരംപറമ്പത്ത് വീട്ടിൽ സന്തോഷ് വർഷ ദമ്പതികളുടെ മകൻ അഭിനവിനെ സവർക്കർ സംഘഗ്രാമം അയനൂരിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. BJP കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ പൊന്നാടയണിയിച്ച് മൊമെന്റോ നൽകി. ക്ലബ്ബ് ഭാരവാഹികളായ ജിജീഷ് വിജയൻ, അതുൽ കൃഷ്ണ, വിഷ്ണു CR, അഭിജിത്ത്, വിഷ്ണു ഷാജി, അമൽരാജ്, ദേവർഷ്, ഉജ്വൽ എന്നിവർ നേതൃത്വം നൽകി. കിഴൂർ അരിയാറത്ത് വീട്ടിൽ സുധാകരന്റെ വീട്ടുവളപ്പിലെ ഭീമൻ കാവത്ത് കൗതുകമാകുന്നു. 42 കിലോ തൂക്കം വരുന്ന വലിയ കാവത്താണ് വിളവെടുപ്പിൽ ലഭിച്ചത്. 2.5 വർഷം മുമ്പ് കുഴിച്ചിട്ട കാവത്താണിത്. ടൈലറായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് കൃഷിക്ക് സമയം കണ്ടെത്തുന്നത്. 15 കിലോ ഭാരം വരുന്ന കുമ്പളങ്ങയും സുധാകരന്റെ വീട്ടുവളപ്പിൽ വിളഞ്ഞിട്ടുണ്ട്. കഞ്ഞിവെള്ളമാണ് പലപ്പോഴും സുധാകരൻ വളമായി പ്രയോഗിക്കാറുള്ളത്. വിളകൾ വിൽപ്പന ചെയ്യാറില്ല. ഈ കാവത്തും വീട്ടുകാർക്കും നാട്ടുകാർക്കുമായി കൊടുക്കാനാണ് തീരുമാനം. ഞങ്ങൾ പറമ്പിൽ അവിടെയും ഇവിടെ കയറ്റ് പല പ്രാവശ്യം കുഴിച്ചിടാറുണ്ട്. പക്ഷെ അതിപ്പോൾ ഒന്ന് പാകമായുള്ള നോക്കിയതാണ്. അപ്പോൾ ഒന്ന് കുഴിച്ച് നോക്കിയപ്പോൾ അത് വലുപ്പമില്ല. അപ്പോൾ അപ്പുറത്ത് നോക്കിയപ്പോഴാണ് വലുതെന്ന് കണ്ടത്. അപ്പം അത് പരിശ്രമിച്ച് നോക്കിയപ്പോൾ മഴ അടിക്ക് ഭയങ്കര ആഴത്തിലാണ് പോണത്. ഞാനും ഭാര്യയും ഏട്ടനെ കൂടി ഒന്ന് കൈക്കോട്ടൊക്കെ എടുത്ത് മാന്തി ചുറ്റുഭാഗം മാന്തി മണ്ണൊക്കെ നീക്കി നോക്കിയപ്പോൾ വീണ്ടും കിട്ടുന്നില്ല. അങ്ങനെ ഒരു 6-7 ബക്കറ്റ് വെള്ളം കൊടുന്ന് കുതിർത്തി നനച്ച് കുതിർത്തി.
രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി BRC UP വിഭാഗം കുട്ടികൾക്കായി നടത്തുന്ന സയൻസ് ഫെസ്റ്റ് 2023-24 സ്കൂൾ തല ഉദ്ഘാടനം മുണ്ടത്തിക്കോട് NSS VHSSൽ സ്കൂൾ വികസന സമിതി അംഗം രാജു മാരാത്ത് നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ശ്രേയസ് ടീച്ചർ, പ്രധാന അധ്യാപിക ഗിരിജ ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് സയൻസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും തുടക്കം കുറിച്ചു. ഇനി നവമാധ്യമ കാഴ്ച. കുളത്തിൽ മത്സ്യകൃഷി ചെയ്ത് മികച്ച രീതിയിൽ വിളവെടുക്കുന്ന മത്സ്യ കർഷകർ ഇന്ന് നിരവധിയാണ്. കൃഷി മെച്ചപ്പെട്ടപ്പോൾ വിളവെടുക്കാൻ പറ്റാത്ത വിധം മത്സ്യചാകരയാണെങ്കിലോ അത്തരത്തിലുള്ള കാഴ്ച നൽകിയിരിക്കുന്നത് കുന്നംകുളത്ത് നിന്ന് ഭാസ്കരൻ. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5745 രൂപ, പവന് 45,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. ചരമം പുനേർകുളം ചമ്മന്നൂർ ലക്ഷം വീട് കോളനിക്കടുത്ത് താമസിക്കുന്ന വെട്ടനാട്ടയിൽ ഗംഗു എന്ന ഗംഗാധരൻ നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കുടുംബശ്മശാനത്തിൽ നടക്കും. അനിത ഭാര്യയാണ്. സോബിൻ, സോന എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി ആലിക്കര മുണ്ടൻ പുലാക്കൽ വേലായുധൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. ആദ്യകാല CPM പ്രവർത്തകനായിരുന്നു. 1970 കാലഘട്ടത്തിൽ നടന്ന മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത് 22 ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാരം നടന്നു. സരോജിനി ഭാര്യയാണ്. സുരേഷ്, രാജേഷ്, ഇന്ദിര, സിന്ധു, ബീന എന്നിവർ മക്കളാണ്. പഴഞ്ഞി മേലെ പട്ടിത്തടം കുട്ടിക്കാട്ടിൽ വീട്ടിൽ പരേതനായ ചുമ്മാർ മകൻ ജോസ് നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 3 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കും. പരേതയായ സൂസന്നയാണ് ഭാര്യ. ഡോളി, ജെസി, സ്റ്റാൻലി, ഷെർലി, സ്റ്റീഫൻ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് കട തകർത്തു. പെലക്കാട്ടുപയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. അരമണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ച ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് തളച്ചു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ അനുബന്ധ ജോലികൾ പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച. ഉടൻ തന്നെ എസ്റ്റിമേറ്റ് നൽകാൻ നഗരസഭാ സെക്രട്ടറി, എഞ്ചിനീയർ എന്നിവർക്ക് MLA യുടെ നിർദ്ദേശം. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപമുള്ള വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. BMBC നിലവാരത്തിൽ പുനർനിർമ്മിച്ച റോഡിൽ അപകടങ്ങൾക്ക് കാരണം അമിത വേഗത. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റിന്റെ ചക്രം ഇളകിത്തെറിച്ചതിനെ തുടർന്ന് കേച്ചേരിയിൽ വൻ ഗതാഗത കുരുക്ക്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് ജംഗ്ഷനിലാണ് മിക്സിംഗ് യൂണിറ്റിന്റെ ചക്രം ഇളകിപ്പോയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.